ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ വിക്ടേഴ്സ് ചാനലൊക്കെ റെഗുലറായിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഓൺലൈൻ അല്ലെങ്കിൽ ലൈവായിട്ട് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ളത് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അതെന്തായാലും നിർബന്ധമായിട്ടും കാണണം. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സ്കൂളൊക്കെ തുറന്ന് റെഗുലർ ക്ലാസ്സസൊക്കെ എന്നാണ് നടത്താൻ പറ്റുക എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വിക്ടേഴ്സ് ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ എല്ലാവരും നിർബന്ധമായിട്ടും കാണണം. പിന്നെ ഈ ക്ലാസ്സുകളുടെ ഒരു ഫോളോ അപ്പ് തരാനാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാനൊരു ഡിസ്കഷൻ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിക്ടേഴ്സിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഈ ചാപ്റ്റർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ആദ്യത്തെ ചാപ്റ്ററാണ്. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ +1 നിങ്ങൾ പഠിച്ച 4 ചാപ്റ്റേഴ്സ്, അതായത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++, പിന്നെ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, പിന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. C++ലെ ഈ 4 ചാപ്റ്റേഴ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണിത്. ഇതിൽ പുതിയതായിട്ട് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പഠിച്ചു തന്നെയാണ്. അതിൽ പുതിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1-2 ടോപ്പിക്സ് പുതിയതായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഇതങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വിക്ടേഴ്സിലൂടെ അതിൻ്റെ ഒരു ഡിസ്കഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയതുമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഞാനിത് ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ച കൺസെപ്റ്റാണ്. ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങുന്നത് എന്താണ്? പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ സെറ്റിനെയാണ് എന്ത് വിളിക്കുക? പ്രോഗ്രാം എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതണമെങ്കിൽ ഒരു ലാംഗ്വേജ് വേണം. അപ്പോൾ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് വേണ്ടേ? മലയാളമോ ഇംഗ്ലീഷോ അങ്ങനെ ഏതെങ്കിലും ഒരു നാച്ചുറൽ ലാംഗ്വേജ് വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ്, അതായത് കമ്പ്യൂട്ടറിനും അതുപോലെ തന്നെ നമ്മൾ യൂസേഴ്സിനും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ആ ഹൈ ലെവൽ ലാംഗ്വേജസിൽ ഏറ്റവും പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇത് C++. ഈ C++ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമുക്കിവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആദ്യം എന്താ പഠിക്കുക? ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആൽഫബറ്റ്സ് അറിയണം, അല്ലേ? ABCD Z വരെയുള്ള ആൽഫബറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് ആൽഫബറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേർഡ്സ് ഫോം ചെയ്യാൻ തുടങ്ങും, അല്ലേ? പിന്നെ വേർഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൻറ്റൻസസ് ആക്കി എഴുതാൻ തുടങ്ങും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കണം. അപ്പോൾ C++ പ്രോഗ്രാമിങ്ങിൽ വരുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ക്യാരക്ടർ സെറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് C++ ലാംഗ്വേജ്. C++ ലാംഗ്വേജിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മളൊരു വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ആൽഫബറ്റ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ആൽഫബറ്റ്സ് നമ്മൾ A മുതൽ Z വരെയുള്ള ആൽഫബറ്റ്സ് പറഞ്ഞല്ലോ. ഈ ആൽഫബറ്റ്സിന് തുല്യമാണ് എന്ത്? ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും ആദ്യം നമുക്കത് എഴുതാനുള്ളൊരു ഭാഷ അറിയണം, അല്ലേ? അതിന് ഉപയോഗിക്കുന്ന സിമ്പിൾസ് അറിയണം. ആ സിമ്പിൾസാണ് ഈ പറയുന്ന ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് മെയിൻലി എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഒന്ന്, ലെറ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലെറ്റേഴ്സ് തന്നെ നമുക്കറിയാം, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് A മുതൽ Z വരെയുള്ള ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റർ A to Z, അതുപോലെ തന്നെ ക്യാപിറ്റൽ A to Z. ഓക്കെ, ആൽഫബറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സാണ് വരുന്നത്. ഈ ലെറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഡിജിറ്റ്സ് വേണം. 0 to 9, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഏത് നമ്പറും ഫോം ചെയ്യാൻ പറ്റും. ഇനി ഇതിന് പുറമെ ചിലപ്പോൾ നമുക്ക് ചില സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഹാഷ് ഇൻക്ലൂഡ് IOStream എന്നാണല്ലോ നമ്മൾ ഏറ്റവും ആദ്യത്തെ ലൈൻ ടൈപ്പ് ചെയ്യാറുള്ളത്. അതിൽ വരുന്നൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഏതാണ്? ഈ ഹാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ ലൈൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നമ്മൾ
ഒരു സെമി കോളൻ ഇടണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് വിളിക്കുന്ന പേരാണെന്ത്? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ അതും നമുക്ക് നമ്മളെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് സ്പേസ് ഇടേണ്ടി വരും. അപ്പോൾ ആ സ്പേസിനാണ് എന്ത് വിളിക്കുക? വൈറ്റ് സ്പേസസ് എന്ന് പറയും. വൈറ്റ് സ്പേസ് 3 രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്പേസ് ബാർ വഴി. സ്പേസ് ബാർ എന്നുള്ള കീ നമുക്കറിയാമല്ലോ കീബോർഡിൽ. ആ കീ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പേസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഒന്നാമത്തത്, സ്പേസ് ബാർ വഴി ജനറേറ്റ് ചെയ്യുന്ന സ്പേസ്. ഇനി രണ്ടാമത്തെ ടാബ് എന്ന് പറയും. ടാബ് കീ അടിച്ചാൽ ഒന്നിച്ചൊരു 4-5 സ്പേസ് കിട്ടും, ഒന്നിച്ച് ജമ്പ് ചെയ്യും. അപ്പോൾ അതും ഒരു സ്പേസ് ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ന്യൂ ലൈൻ എന്ന് വെച്ചാൽ എൻ്ററാണ്. അതായത് പുതിയൊരു ലൈനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ കീബോർഡിൽ എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുത്ത ലൈനിലേക്ക് പോയില്ലേ? അപ്പോൾ ഈ അടുത്ത ലൈനിലേക്ക് പോകുന്ന ക്യാരക്ടറാണ് ഇത് ന്യൂ ലൈൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. അപ്പോൾ ഇത് 3 കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഏത്? വൈറ്റ് സ്പേസസ്. ഓക്കെ. പിന്നെ ഇതൊന്നും അല്ലാതെ ചില സ്പെഷ്യൽ ക്യാരക്ടർ, അതർ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് നമുക്ക് അറിയാം ഈ ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. കൺട്രോൾ, ഷിഫ്റ്റ്, ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞ് കീ പഠിച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ കീബോർഡിൽ? അതുപോലെ ഫങ്ഷണൽ കീസ്, F1 മുതൽ F12 വരെയുള്ള ഫങ്ഷണൽ കീസ്. ഇതൊന്നും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിലൊരു ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയില്ല, പക്ഷെ ഒരു ആക്ഷൻ നടക്കും അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സും ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഈ കളക്ഷനാണ് എന്ത് വിളിക്കുക? ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത എന്താണ്? ടോക്കൺസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? വേർഡ്സ് ഉണ്ടാക്കലല്ലേ അല്ലേ? അപ്പോൾ വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആൽഫബറ്റ്സിനെ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ക്യാരക്ടർ സെറ്റിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന എലിമെൻറ്റ്സ് ആണ് എന്ത്? ടോക്കൺസ് എന്ന് പറയും. ഈ ടോക്കൺസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടോക്കൺസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാംസ്. അതായത് ഏതൊരു C++ പ്രോഗ്രാമിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിനെയാണ് ടോക്കൺ എന്ന് വിളിക്കുക. ഈ ടോക്കൺസിനെ തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. വേറൊരു പേരും കൂടി നമ്മൾ പറയാറുണ്ട്. ടോക്കൺസ് ആർ ഓൾസോ നോൺ ആസ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതാണ്. ടോക്കൺസ് ആർ ഓൾസോ നോൺ ആസ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ഓക്കെ. ഇനി ടോക്കൺസിനെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. എങ്ങനെ? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ടോക്കണാണ് എന്ത്? കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറയും ആദ്യത്തെ ടോക്കൺ. രണ്ടാമത്തെ ടോക്കണിൻ്റെ പേരാണ് എന്ത്? ഐഡൻറ്റിഫയേഴ്സ്. മൂന്നാമത്തെ ടോക്കണിൻ്റെ പേരാണ് ലിറ്ററൽസ്. നാലാമത്തെ ടോക്കണിൻ്റെ പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. അഞ്ചാമത്തെ ടോക്കണാണ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ 5 എണ്ണമായിട്ട് നമുക്ക് ടോക്കൺസ് തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ. ഇനി ഇതിൽ വരുന്ന ഏതൊക്കെയാണ്? ഫസ്റ്റ് ടോക്കൺസിൽ വരുന്ന ആദ്യത്തെ ടോക്കൺ ഏതാണ്? കീവേഡ് എന്ന് പറയും. കീവേഡ് എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ വരുന്നതിന് മുമ്പ് ആദ്യം ഈ കമ്പൈലർ എന്താണെന്നുള്ള അറിയണം. കമ്പൈലർ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ട്രാൻസ്ലേറ്റ്സ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. പക്ഷേ നമ്മൾ എഴുതുന്നത്, പ്രോഗ്രാം എഴുതുന്നത് ഏതിലാണ്? ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ അല്ല, മനസ്സിലാവില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എന്ത്? കമ്പൈലർ. ഓക്കെ. അപ്പോൾ ഈ കമ്പൈലറിന് ചില പ്രത്യേക മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കമ്പൈലറിന് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വേർഡ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. സോ ദീസ് വേർഡ്സ് ആർ നോൺ ആസ് കീവേഡ്സ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. റിസർവ്ഡ് വേർഡ്സ്. റിസർവ്ഡ് വേർഡ്സ് ആണ് എന്താണ്? ദീസ് വേർഡ്സ് ആർ റിസർവ്ഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ്. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച വാക്കുകളാണ്. ഈ വാക്കുകൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അത് പ്രത്യേക അർത്ഥം ഉള്ള വാക്കുകളാണ്. കമ്പൈലറിന് പ്രത്യേകമായിട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാനുള്ള വാക്കുകളാണിത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻഡ് ഒരു കീവേഡാണ്, ഇൻറ്റിജർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം. അതുപോലെ റിട്ടേൺ കേട്ടിട്ടില്ലേ? നമ്മളെല്ലാ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ലൈനായിട്ട് എഴുതില്ലേ റിട്ടേൺ 0. അവിടെ ഉപയോഗിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗെയിൻ എ കീവേഡ്. അതുപോലെ ഇഫ് പഠിച്ചിട്ടുണ്ട്, എൽസ്, ഫോർ, ലൂപ്പ്, അതുപോലെ ബ്രേക്ക് എന്നുള്ള വേർഡ്. ഇങ്ങനത്തെ വേർഡ്സൊക്കെ ഇതിൽ വരും? കീവേഡ്സിൻ്റെ കളക്ഷനിൽ വരും. അപ്പോൾ ഇങ്ങനെ കുറേ കീവേഡ്സ് ഉണ്ട് C++ൽ. അതിൽ കുറേ എണ്ണം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. ഇനി ബാക്കി കീവേഡ്സ് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. അപ്പോൾ കീവേഡ്സ് ക്ലിയർ ആയല്ലോ?
ഓക്കെ, സോ ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് ടോക്കൺ. ഏതാണ്? ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ചാൽ ഈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സാണ്. നമ്മൾ വെച്ചാൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന സ്പെഷ്യൽ വേർഡ്സിനെയാണ് എന്ത് വിളിക്കുക? ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ വേർഡ്സ് ഡിഫൈൻ ചെയ്യുന്നത്? യൂസർ ഡിഫൈൻ വേർഡ്സ് ടു ഐഡൻറ്റിഫൈ മെമ്മറി ലൊക്കേഷൻ. അതായത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടറിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? മെമ്മറിയിലല്ലേ. ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എവിടെയാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്തത്, ആ മെമ്മറി ലൊക്കേഷന് നമ്മളൊരു പേര് കൊടുക്കും. ആ പേരിനാണ് വേരിയബിൾ എന്ന് പറയുക. വേരിയബിളൊക്കെ കഴിഞ്ഞാലും പഠിച്ചാണ്. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻസിന് നമ്മൾ കൊടുക്കുന്ന പേര്, അതായത് വേരിയബിൾ നെയിം, ആ വേരിയബിൾ നെയിമാണ് എന്ത്? ഐഡൻറ്റിഫയർ. അതുപോലെ ചില സമയത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് പേര് കൊടുക്കും. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു പേര് കൊടുക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുക്കുന്ന പേരും എന്താണ്? ഐഡൻറ്റിഫയർ ആണ്. പിന്നെ ചിലപ്പോൾ ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, ഒരു ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഫംഗ്ഷന് പേര് കൊടുക്കാനും ഏത് ഉപയോഗിക്കും? ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫയർ ഇതെന്താണ്? ഇതവിടെ പറഞ്ഞു തന്നെ വേരിയബിൾസ്, മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫയർ കൊടുക്കുന്നതിനാണ് വേരിയബിൾസ് എന്ന് പറയുക. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ പേര് കൊടുക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ലേബിൾസ് എന്ന് വിളിക്കുക. ഫംഗ്ഷന് പേര് കൊടുക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ഫംഗ്ഷൻ നെയിം എന്ന് പറയുക. അങ്ങനെ ഓരോന്നിനും നമ്മൾ കൊടുക്കുന്ന പേരുകളെയാണ് എന്ത് വിളിക്കുക? ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ എന്താണ്? തിരിച്ചറിയാന്നല്ലേ. അപ്പോൾ ഒരു പ്രത്യേക മെമ്മറി ലൊക്കേഷനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയോ അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ തന്നെ കൊടുക്കുന്ന വാക്കുകളെയാണ് എന്ത് വിളിക്കുക? ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുക. ഒരു ഐഡൻറ്റിഫയർ എന്ത് കൊടുക്കാം? നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ലെറ്റർ എക്സ് ഈസ് നൗ ആൻ ഐഡൻറ്റിഫയർ. അതുപോലെ തന്നെ വേറൊരു ഐഡൻറ്റിഫയർ ആണ് എന്ത്? വൈ, ഒരു ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ഐഡൻറ്റിഫയർ ആണ് റോൾ നമ്പർ. നിങ്ങളുടെ ക്ലാസ്സിലത്തെ റോൾ നമ്പർ. ഇതൊക്കെ ഐഡൻറ്റിഫയേഴ്സിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ ഐഡൻറ്റിഫയർ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഒന്ന്, ഐഡൻറ്റിഫയറിൻ്റെ പേര് ആൽഫബറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഈ ഐഡൻറ്റിഫയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തതെന്ന് വിചാരിക്കുക, 2x. ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്? നമ്പർ അല്ലേ, അത് അലൗഡ് അല്ല. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് ഈ സിമ്പിൾ കൊടുത്തു, അതും പറ്റില്ല. കാരണം എന്താ? ഇത് ലെറ്റർ അല്ല, ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പോൾ ഐഡൻറ്റിഫയർ ആയിട്ട് ഒരു വേർഡിനെ കണക്കാക്കണമെങ്കിൽ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണം? ആൽഫബറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവാം. ഇതാണ് അണ്ടർസ്കോർ എന്ന് പറയുന്ന സിമ്പിൾ, ഹൈഫൺ പോലെ തന്നെയുള്ള സിമ്പിളാണ്. ഈ സിമ്പിളോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ആയിരിക്കണം ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടർ. ഇനി രണ്ടാമത്തെ റൂൾ എന്താ പറയുന്നത്? ഇറ്റ് ഷുഡ് നോട്ട് ബി എ കീവേഡ്. കീവേഡ്സ് നമ്മൾ മുകളിൽ പറഞ്ഞു. ഈ പറഞ്ഞ കീവേഡ്സ് ഒന്നും ആവാൻ പാടില്ല. ഇതൊന്നും നമുക്ക് ഐഡൻറ്റിഫയർ നെയിംസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ റൂൾ പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫയർ നെയിമിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ വൈറ്റ് സ്പേസോ അലൗഡ് അല്ല. അതായത് നമുക്കിപ്പോൾ റോൾ നമ്പർ നേരത്തെ എഴുതിയല്ലോ, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. റോൾ ഹൈഫൺ എന്നോ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിനിടയ്ക്ക് സ്പെഷ്യൽ ക്യാരക്ടർ വന്നിട്ടുണ്ട്, ഹൈഫൺ അലൗഡ് അല്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഹൈഫണൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഒരു സ്പേസ് ഇട്ടു എന്ന് വിചാരിക്കുക, അതും പറ്റില്ല. കാരണം എന്താണ്? സ്പേസ് ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ ഐഡൻറ്റിഫയർ നെയിമിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും രണ്ടും സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം? അണ്ടർസ്കോർ കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുത്ത ക്യാരക്ടർ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തില്ലേ, ഈ ക്യാരക്ടർ തന്നെ വേണമെങ്കിൽ സെപ്പറേറ്റർ ആയിട്ട് കൊടുക്കാം. അല്ലാതെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറോ അല്ലെങ്കിൽ വൈറ്റ് സ്പേസോ ഇതിനിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത റൂൾ എന്താ വെച്ചാൽ, ഈ ഐഡൻറ്റിഫയർ നെയിം അപ്പർ കേസിലും ലോവർ കേസിലും കൊടുത്തത് ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പർ കേസ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ. ലോവർ കേസ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ലെറ്റർ. അപ്പോൾ നിങ്ങളൊരു ഐഡൻറ്റിഫയർ ഇപ്പോൾ അങ്ങനെ കൊടുത്തു, നെയിം എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. നിങ്ങൾ വേറൊരു ഐഡൻറ്റിഫയർ ഇങ്ങനെ കൊടുത്തു, നെയിം. രണ്ടിൻ്റെ സ്പെല്ലിങ് സെയിം അല്ലേ? പക്ഷെ എന്താ വ്യത്യാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ നെയിം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ കൊടുത്തത്, ഈ നെയിമോ സ്മോൾ ലെറ്റേഴ്സിലാണ് കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടാണ് പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പൈലർ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഇതൊരു ഐഡൻറ്റിഫയർ ഇത് വേറൊരു ഐഡൻറ്റിഫയർ എന്നുള്ള രീതിയിൽ കാണില്ല. രണ്ടും ഇതൊരു ഐഡൻറ്റിഫയർ ഇത് വേറൊരു ഐഡൻറ്റിഫയർ എന്നുള്ള രീതിയിലേ കാണുള്ളൂ. രണ്ടിനെയും ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് കാണില്ല. അതാണ് അടുത്ത റൂള്. അപ്പോൾ ഇങ്ങനെ കുറേ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഐഡൻറ്റിഫയർ നെയിംസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത്.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. എന്താണ് നെക്സ്റ്റ് ടോക്കൺ? ഏതാണ് നെക്സ്റ്റ് ടോക്കൺ? ഈസ് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് വെച്ചാൽ എന്താണ്? ടോക്കൺസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദർ വാല്യൂ ഡ്യൂറിങ് പ്രോഗ്രാം റൺ. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് ഒരിക്കലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കൺസിനെയാണ് എന്ത് വിളിക്കുക? ലിറ്ററൽസ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് കോൺസ്റ്റൻസ്. സോ ലിറ്ററൽസ് ആർ ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റൻസ്. ഇനി ഈ ലിറ്ററൽസിനെ പല തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റൻസിനെ. ഒന്നെന്താണ്? ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയും. രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് എന്ന് പറയും. മൂന്നാമത്തത് ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയും. നാലാമത്തത് സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറയും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ, ഇൻറ്റിജർ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് 3. നമുക്കറിയാം 3 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പറാണ് അല്ലേ, ഒരു ഇൻറ്റിജറാണ്. അതിന് ദശാംശ സ്ഥാനമൊന്നുമില്ല, ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് അത് എന്താണ്? ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻ്റാണ്. ഇനി ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ എക്സാമ്പിളാണ് 7.5. എന്താ വ്യത്യാസം? ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് വന്നു അല്ലേ. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന കോൺസ്റ്റൻറ്റുകളെ എന്ത് വിളിക്കുക? ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ക്യാരക്ടർ കോൺസ്റ്റൻസ് ഉണ്ട്. ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ സിംഗിൾ കൊട്ടേഷനിൽ ഇടുന്ന കോൺസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അത് ഒരൊറ്റ ലെറ്ററേ പാടുള്ളൂ. അതുപോലെ തന്നെ നാലാമത്തതാണ് സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ ഡബിൾ കോഡ്സിലിടുന്നത്. അപ്പോൾ സിംഗിൾ കോഡ്സിൽ നിങ്ങൾ ഒരു ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്നുള്ള ലെറ്റർ, അത് നിങ്ങൾ സിംഗിൾ കോഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഇനി അതേപോലെ തന്നെ ഡബിൾ കോഡ്സിൽ നിങ്ങളൊരു വേർഡ് നിങ്ങൾ കൊടുത്തു, ഹലോ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ നോക്കാം. ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡിജിറ്റ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? 5, -8 ഇങ്ങനെയുള്ളതൊക്കെ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ പറയാം. 2 ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് ആർ ദ നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്. ദശാംശ സ്ഥാനമുള്ള സംഖ്യകളെയാണ് എന്ത് വിളിക്കുക? ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് എന്ന് പറയാം. ദർ എക്സ്പ്രസ്ഡ് ഇൻ 2 ഫോംസ്, ഫ്രാക്ഷണൽ ഫോം ആൻഡ് എക്സ്പോണൻഷ്യൽ ഫോം. നമ്മൾ പഠിച്ചാണല്ലോ കഴിഞ്ഞല്ലോ അല്ലേ, ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് രണ്ടും 2 ഫോംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഫ്രാക്ഷണൽ ഫോം എന്ന് പറയും. രണ്ടാമത്തത് എക്സ്പോണൻഷ്യൽ ഫോം. ഇതിൽ ആദ്യം എഴുതിയ 7.5 ആണ് ഫ്രാക്ഷണൽ ഫോം, അത് സിമ്പിൾ ഫ്രാക്ഷനാണ്. ഇനി രണ്ടാമത് എഴുതിയതാണ് എക്സ്പോണൻഷ്യൽ ഫോം. ഈ എക്സ്പോണൻഷ്യൽ ഫോമിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു ഇ എന്നുള്ളൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ആ ഇ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ മുന്നിൽ പ്രിഫിക്സ് ആയിട്ടൊരു സംഖ്യ ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് സഫിക്സ് ആയിട്ടൊരു സംഖ്യ ഉണ്ടാവും. ഈ ആദ്യം എഴുതിയതിനെയാണ് നമ്മൾ മാൻഡിസ എന്ന് പറയുന്നത്. രണ്ടാമത് എഴുതിയ ഈ 1-നെയാണ് നമ്മൾ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് അത്രയ്ക്ക് ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഈ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്തത് എന്താണ്? ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് എ സിംഗിൾ ക്യാരക്ടർ വിച്ച് ഈസ് എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോട്ട്സ്. സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള സിംഗിൾ ക്യാരക്ടറിനെയാണ് എന്ത് വിളിക്കുക? സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എ എന്ന് പറയുന്ന ഈ ഇത് സിംഗിൾ കോട്ട്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. ആൻഡ് 5 എന്ന് പറയുന്നത് ഒരു നമ്പർ ആണെങ്കിൽ പോലും അതെന്താണ്? ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്? അത് സിംഗിൾ കോട്ട്സിൽ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഈ സിംഗിൾ കോട്ട്സ് ഇല്ലായിരുന്നെങ്കിൽ അത് ഏതാണ് വരിക? ഏത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക? നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഈ കോൺസ്റ്റൻറ്റ് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഇത് അവിടെ കണ്ടോ 5. ഇവിടെ നമ്മൾ സിംഗിൾ കോട്ട് ഇട്ടിട്ടില്ല. സിംഗിൾ കോട്ട് ഇടാത്തത് കൊണ്ട് അത് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. സിംഗിൾ കോട്ട്സ് ഇടുന്നതോടുകൂടി എന്തായി മാറി? നമ്പർ ആണെങ്കിൽ പോലും അത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയി മാറും. ഓക്കെ, സോ എനി ക്യാരക്ടർ വിച്ച് ഈസ് എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോട്ട്സ് ഈസ് നോൺ ആസ് എ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. ഇനി ചില സ്പെഷ്യൽ ക്യാരക്ടർ കോൺസ്റ്റൻസ് ഉണ്ട്. ആ ക്യാരക്ടർ കോൺസ്റ്റൻസിൻ്റെ പേരാണ് എന്ത്? എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചില ക്യാരക്ടേഴ്സ് നമുക്ക് സ്ക്രീനിൽ ഡയറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റർ അടിച്ചാൽ നമുക്കൊരു എഫക്റ്റ് കാണും അല്ലേ. എൻ്റർ അടിച്ചാൽ അടുത്ത ലൈനിലേക്ക് പോകും. ബാക്ക് സ്പേസ് അടിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ക്യാരക്ടർ സ്ക്രീനിൽ നിന്ന് ഡിലീറ്റഡ് ആയി പോകും. അതുപോലെ ടാബ് എന്നുള്ള കീ അടിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു 4-5 സ്പേസ് ഒന്നിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സ്ക്രീനിൽ. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് നമുക്ക് പ്രോഗ്രാമിൽ
കൊണ്ടുവരണമെങ്കിൽ, പ്രോഗ്രാമിങ്ങിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതിനുപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണ് ഈ പറയുന്ന എസ്കേപ്പ് സീക്വൻസസ്. ഓക്കെ, ഈ എസ്കേപ്പ് സീക്വൻസസിൻ്റെ എക്സാമ്പിൾസ് ആണ് \n എന്ന് പറയും. ഇത് ന്യൂ ലൈൻ എൻ്ററിന് പകരം ഉപയോഗിക്കുന്നതാണ്. \n ഇട്ട് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ അടുത്ത ലൈനിലേക്ക് പോകും. നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടത്. അതായത് സി ഔട്ടിൻ്റെ കൂടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. സി ഔട്ട് ഡബിൾ കോഡ്സിൽ ഇപ്പം എന്താണ് സം ഓഫ് 2 നമ്പേഴ്സ് ഈസ്, പിന്നെ ആ വാല്യൂ കൊടുക്കും, പിന്നെ /n നമ്മളിടും. /n ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അടുത്ത ലൈനിലേക്കാവും പോവാം അല്ലേ. അതുപോലെ /t എന്ന് ഇട്ട് കഴിഞ്ഞാൽ ടാബ് സ്പേസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എസ്കേപ്പ് സീക്വൻസസ് ആണ് /n അതുപോലെ തന്നെ /t എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് സീക്വൻസസ്. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് തിങ്, സ്ട്രിംഗ് കോൺസ്റ്റന്റ്. സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ്. അപ്പോൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന എന്തും എന്തായിട്ടാണ് കണക്കാക്കുക, സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിൻ്റെ പേര് IKT HSS ഇങ്ങനെ കൊടുത്തു, ഇത് നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുത്തു. ഡബിൾ കോഡ്സിൽ കൊടുക്കുമ്പോൾ അതെന്തായി മാറുകയാണ്, സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ എനിത്തിങ് വിച്ച് ഇസ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ഡബിൾ കോഡ്സ് ഈസ് നോൺ ആസ് എ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി പറയാം, എത്ര ടൈപ്പ് ലിറ്ററൽസ് ഉണ്ട്. ലിറ്ററൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 types. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റിജർ ലിറ്ററൽ, സെക്കൻഡ് വൺ ഈസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്ററൽ, തേർഡ് വൺ ഈസ് ക്യാരക്ടർ ലിറ്ററൽ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്ട്രിംഗ് ലിറ്ററൽ ഓർ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ടോക്കൺസിൽ 2 കഴിഞ്ഞു, കീവേഡ്സ് കഴിഞ്ഞു, ഐഡൻറ്റിഫയേഴ്സ് കഴിഞ്ഞു, പിന്നെ ഏതാണ് ലിറ്ററൽസും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വരാം. ഏതാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ദേ ആർ ദ സിംബൽസ് ദാറ്റ് ടെൽ ദ കമ്പൈലർ അബൌട്ട് സം ഓപ്പറേഷൻസ്. നമുക്കറിയാലോ, പല ഓപ്പറേഷൻസ് നമ്മൾ മാത്തമാറ്റിക്സിൽ ചെയ്യാറുണ്ട് അല്ലേ. അഡീഷൻ ചെയ്യാറുണ്ട്, സബ്ട്രാക്ഷൻ ചെയ്യാറുണ്ട്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്, ഡിവിഷൻ ചെയ്യാറുണ്ട്, പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ഒന്ന് മറ്റേനേക്കാളും വലുതാണോ ചെറുതാണോ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, ഇങ്ങനെയുള്ള പല ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന സിംബൽസിനെയാണ് എന്ത് വിളിക്കുക, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് യൂണറി, ബൈനറി ആൻഡ് ടെർണറി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറൻസ്. അപ്പോൾ എന്താണ് ഓപ്പറൻറ്റ്, എന്താണ് ആദ്യം നമുക്ക് ഓപ്പറൻറ്റ് എന്താണെന്നുള്ളത് അറിയണം. ഓപ്പറൻറ്റ് ഈസ് ദ വാല്യൂ വിച്ച് ഈസ് കെപ്റ്റ് എലോങ് വിത്ത് ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്ററിൻ്റെ കൂടെ എഴുതുന്നതിനെ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ഡാറ്റയാണ് അല്ലെങ്കിൽ വേരിയബിളിനെയാണ് എന്ത് വിളിക്കുക, ഓപ്പറൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്രഷൻ, നമുക്ക് ഒരു ഓപ്പറേഷൻ ഇവിടെ എഴുതാം. C = A + B എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, എയും ബിയും 2 വേരിയബിൾസ് ആണ്. വേരിയബിൾസ് മീൻസ് മെമ്മറി ലൊക്കേഷൻസ് ആണ്. അതായത് ഈ 2 എന്താണ്, അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് ആണ്. ഈ 2 വേരിയബിൾസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂകൾ തമ്മിൽ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യണം. അതിനുപയോഗിക്കുന്ന ഒരു കമാൻഡാണിത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്, പ്ലസ്. ഓക്കെ, സോ പ്ലസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ആഡിങ് 2 values. ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറൊരു ഓപ്പറേറ്ററും വരുന്നുണ്ട്, ഈക്വൽ ടു. ഇതിനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. അതൊക്കെ ഇനി നമ്മൾ വരുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഈ ആഡ് ചെയ്ത സമ്മ് ഈ C എന്ന് പറയുന്ന 3ാമത്തെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം. അതിനുപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് 2ഉം കൂടി ആഡ് ചെയ്യുന്നു, ആ റിസൾട്ട് നേരെ സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഓപ്പറേറ്ററിൻ്റെ മുമ്പിലും ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും A എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ B എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. സോ ഹിയർ ദിസ് A ആൻഡ് B ആർ ദ എക്സാമ്പിൾസ് ഫോർ എന്താണ് ഓപ്പറൻസ്. ഇത് രണ്ടുമാണ്, എയും ബിയും ആണ് ഇവിടെ ഈ കേസിൽ ഓപ്പറൻസ്. ഓക്കെ, ഓപ്പറേറ്റർ ഏതാണ്, ഓപ്പറേറ്റർ ഇതിൽ പ്ലസ് ആണ്. പിന്നെ ഒരു ഓപ്പറേറ്റർ കൂടി ഉണ്ട്, ഏതാണ്, ഈക്വൽ ടു. അങ്ങനെ 2 ഓപ്പറേറ്റേഴ്സും ഉണ്ട്, 3 ഓപ്പറൻസും ഉണ്ട് ഇവിടെ. ഇതും ഒരു ഓപ്പറൻ്റ് ആയിട്ട് വരും, എയും ബിയും അതുപോലെ തന്നെ ഏതുണ്ട്, സിയും ഉണ്ട്. സി ഒരു അസൈൻ ചെയ്യുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ഇതല്ലേ, അപ്പോൾ അതും ഓപ്പറൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ 3 ഓപ്പറൻസും ഉണ്ട്, 2 ഓപ്പറേറ്റേഴ്സും ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ ഓപ്പറൻറ്റുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? യൂണറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബൈനറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആൻഡ് ടേണറി. ഇഫ് ദർ ഈസ് ഓൺലി വൺ ഓപ്പറൻറ്റ്, ഒറ്റ ഓപ്പറൻറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? യൂണറി എന്ന് വിളിക്കാം. ഓക്കെ. ഇനി 2 ഓപ്പറൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ബൈനറി എന്ന് വിളിക്കും. 3 ഓപ്പറൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ടേണറി എന്ന് വിളിക്കും. അതാണ് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതേതാണ്? ഈ പ്ലസ് എന്ന് പറയുന്നത് ഇതിൽ ഏത് കാറ്റഗറിയിൽ വരും? യൂണറി ആണോ, ബൈനറി ആണോ, ടേണറി ആണോ? ഈസി ആയിട്ടുള്ളതാണ്. കാരണം എന്താണ്? ഇവിടെ എയും ബിയും 2 ഓപ്പറൻസ് ഇല്ലേ? 2 ഓപ്പറൻസ് ഉണ്ടാകുമ്പോൾ ഇത് ഏതിൻ്റെ എക്സാമ്പിളാണ്? ബൈനറി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ. ഇനി യൂണറി ഓപ്പറേറ്റേഴ്സ് വേറെ വരുന്നുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പറേറ്ററും ഓപ്പറൻറ്റും എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? പിന്നെ ഈ ഓപ്പറേറ്റേഴ്സിനെ തന്നെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ? അരിത്തമെറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിലേഷണൽ ഓപ്പറേറ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ. സോ ഓപ്പറേറ്റേഴ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? അരിത്തമെറ്റിക്, റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇതിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ പ്ലസ്, മൈനസ്, multiplication symbol, then slash, mod. ഈ 5 ഓപ്പറേറ്റേഴ്സാണ് ഏതൊക്കെ? അതായത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നോക്കാം. ഇതിൽ ആദ്യത്തെ ഓപ്പറേറ്റർ പ്ലസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ അഡീഷൻ. നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് പ്ലസ്. മൈനസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൈനസ് ഈസ് യൂസ്ഡ് ഫോർ സബ്ട്രാക്റ്റിംഗ് വൺ വാല്യൂ ഫ്രം അനദർ വാല്യൂ. കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു സംഖ്യയിൽ നിന്ന് വേറെ സംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ആസ്റ്ററിസ്ക് എന്നാണ് ഈ സിമ്പലിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ എന്ന് പറയും. ദിസ് ഇസ് യൂസ് ടു മൾട്ടിപ്ലൈ 2 വാല്യൂസ്. ഓക്കെ. ഗുണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. ദിസ് ഇസ് യൂസ്ഡ് ഫോർ ഡിവിഷൻ, അതായത് ഒരു സംഖ്യ വേറെ സംഖ്യയായിട്ട് ഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ലാസ്റ്റ് ഓപ്പറേറ്റർ മോഡ് എന്ന് പറയും ഇതിന്. ഈ ഓപ്പറേറ്ററിൻ്റെ പേരാണ് മോഡുലസ്. അതിന് ഷോർട്ട് ഫോം ആയിട്ടാണ് മോഡ് എന്ന് വിളിക്കുക. ഈ മോഡുലസ് ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയാണ്? ദിസ് ഓപ്പറേറ്റർ റിട്ടേൺസ് ദ റിമൈൻഡർ ഓഫ് എ ഡിവിഷൻ. ഒരു ഡിവിഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ആ ഡിവിഷൻ്റെ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 mod 2. ഓക്കെ. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവിഷൻ ഓപ്പറേഷനിലെ റിമൈൻഡർ എന്താണ്? 1 അല്ലേ? 5നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം വരുന്ന എത്രയാണ്? 1 വരും. അപ്പോൾ ഇവിടെ ഈ മോഡ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണ്? 1 ആണ് ആൻസർ. അപ്പോൾ ഈ പറയുന്ന 5 ഓപ്പറേറ്റേഴ്സിനെയും കൂടി കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ മെയിൻലി യൂസ് ടു കമ്പയർ 2 വാല്യൂസ്. 2 വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പയർ ചെയ്യാൻ എന്ന് വെച്ചാൽ എന്താണ്? താരതമ്യം ചെയ്യാം. ഒന്ന് മറ്റേതിനേക്കാളും വലുതാണോ, ചെറുതാണോ, ഈക്വൽ ആണോ, അതോ ഈക്വൽ അല്ലേ, ഇങ്ങനെയുള്ള കമ്പാരിസൺസ് നടത്താനുള്ള ഓപ്പറേറ്ററാണ് ഏത്? റിലേഷണൽ ഓപ്പറേറ്റർ. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ച റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അല്ലേ. ഇതിനെന്താ വിളിക്കുക? ദിസ് ഇസ് നോൺ ആസ് ലെസ് ദാൻ ഓപ്പറേറ്റർ. ഇതിനെന്താ വിളിക്കുക? ഗ്രേറ്റർ ദാൻ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ രണ്ടും പറയും. ദെൻ ഈക്വൽ ടു. ഈക്വൽ ടുവിനെ ശ്രദ്ധിക്കണം, 2 ഈക്വൽ ടു സിമ്പൽ വരുന്നുണ്ട് ഇവിടെ. ഇനി ഇത് നോട്ട് ഈക്വൽ ടു. ഓക്കെ. നോട്ട് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഒന്ന് മറ്റേ വാല്യൂവിനൊക്കെ രണ്ടും ഈക്വൽ അല്ല എന്നുള്ള കണ്ടീഷനാണ് നോട്ട് ഈക്വൽ ടു. ഇത്ര ഓപ്പറേറ്റേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഏത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പലാണിത്. ദിസ് ഈസ് നോൺ ആസ് ആൻഡ് എന്ന് പറയും അല്ലേ. അടുത്ത ഓപ്പറേറ്ററിൻ്റെ പേരാണ്
എന്താണ്? ദിസ് ഓപ്പറേറ്റർ ഈസ് നോൺ ആസ് ഓർ എന്ന് പറയും. ഓക്കെ, ഓർ. ദെൻ തേർഡ് വൺ ഈസ് നോട്ട് ഓപ്പറേറ്റർ. നോട്ട്. മൂന്നിൻ്റെ സിമ്പിൾസ് നോട്ട് ചെയ്യണം. കീബോർഡിലുള്ള സിമ്പിൾസ് തന്നെയാണ്. ഈ സിമ്പിളിൻ്റെ പേരാണ് ആംപർസെൻറ്റ്. അപ്പോൾ ആംപർസെൻറ്റ് സിമ്പിൾ 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷനായി, പിന്നെ ആൻഡ് ഓപ്പറേറ്ററായി. ഈ സിമ്പിളിൻ്റെ പേരാണ് പൈപ്പ് സിമ്പിൾ. അപ്പോൾ പൈപ്പ് സിമ്പിൾ 2 തവണ ഇട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. പിന്നെ എക്സ്ക്ലമേഷൻ, ആശ്ചര്യചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് നോട്ട് ഓപ്പറേറ്റർ. ഇത് 3 കൂടി ചേർന്നിട്ടുള്ളതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ക്ലിയർ ആയില്ലേ? ഓപ്പറേറ്റേഴ്സ് നമുക്ക് 2 രീതിയിൽ ക്ലാസ് ചെയ്യാം കേട്ടോ. ഒന്ന് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറൻസ്. ഏതൊക്കെയാണ്? യൂണറി ഉണ്ട്, ബൈനറി ഉണ്ട്, ടെർണറി ഉണ്ട്. യൂണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഒരു ഓപ്പറൻറ്റ് മാത്രമേ ഉള്ളൂ. ബൈനറി എന്ന് വെച്ചാൽ 2 ഓപ്പറൻസ് ഉണ്ട്. ടെർണറി എന്ന് വെച്ചാൽ 3 ഓപ്പറൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ നേച്ചർ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് ക്ലാസ് ചെയ്യാം. അപ്പോൾ അരിത്മെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ഉള്ളതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഈ കമ്പാരിസൺസ് ചെയ്യാനുള്ളതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. 2 റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാനുള്ള ഇതിനെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യം. ഇനി ഇതൊന്നും അല്ലാതെ ചില സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സും കൂടി വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് നെയിംഡ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, അസൈൻമെൻറ്റ്, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. ഈ ഓപ്പറേറ്റേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഏതൊക്കെയാണ്? ഈ ഓപ്പറേറ്റർ, ആദ്യത്തെ ഓപ്പറേറ്ററിൻ്റെ പേരെന്താണ്? ഇൻപുട്ട് എന്ന് പറയും. ദിസ് ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ് ടു പെർഫോം ആൻ ഇൻപുട്ട് ഓപ്പറേഷൻ. ഓക്കെ, ഇൻപുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഇത്. ഈ ഗ്രേറ്റർ ദാൻ സിമ്പൽ 2 പ്രാവശ്യം ഇടും. ഈ ഓപ്പറേറ്ററിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് അതിൻ്റെ മുമ്പിലൊരു വേർഡൊക്കെ വരും. നിങ്ങൾ കഴിഞ്ഞോളം പഠിച്ചു തന്നെയാണ്. സി ഇൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഇൻപുട്ട് ചെയ്യുക. അതൊക്കെ ഇനി വരുന്നുണ്ട്, വേറെ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഓടിച്ച് പോകുന്നുള്ളൂ. ഇനി അടുത്തത് ഏതാണ്? ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് നേരെ തിരിച്ച് ലെസ് ദാൻ 2 പ്രാവശ്യം എഴുതുക. ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ പേരാണെന്ത്? ഇപ്പോൾ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. അതിന് യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. ഇനി അതേപോലെ തന്നെ വരുന്ന വേറൊരു ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതിനുപയോഗിക്കുന്ന സിമ്പൽ ഏതാണ്? സിംഗിൾ ഈക്വൽ ടു. ഓക്കെ, ഒരു പ്രാവശ്യം ഈക്വൽ ടു സിമ്പൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ്. ഇനി അതേപോലെ തന്നെ 2 ഓപ്പറേറ്റേഴ്സും കൂടി ഉണ്ട്, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഈ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം അതിന് ഉപയോഗിക്കുന്ന സിമ്പിൾസ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഇൻക്രിമെൻറ്റിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് പ്ലസ് പ്ലസ്, ഡിക്രിമെൻറ്റിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് മൈനസ് മൈനസ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിനൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് ഈ എഴുതിയിട്ടുള്ളതൊക്കെ. അതായത് എക്സ്ട്രാക്ഷൻ ഓർ ഇൻപുട്ട് ഓപ്പറേറ്റർ, ഇൻസേർഷൻ ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ദെൻ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ഓപ്പറേറ്റേഴ്സും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എത്ര എണ്ണമായി? ടോക്കൺസ് ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു? കീവേഡ്സ് പഠിച്ചു, പിന്നെ ഏത് പഠിച്ചു? ഐഡൻറ്റിഫയേഴ്സ് പഠിച്ചു, ലിറ്ററൽസ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേറ്റേഴ്സും കഴിഞ്ഞു. ഇനി അടുത്ത ഇതാണ് ഏത്? പങ്ക്ച്വേറ്റേഴ്സ്. ഓക്കെ, പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ടോക്കൺ. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഫോർ ദ പെർഫെക്ഷൻ ഓഫ് സിൻടാക്സ് ഓഫ് വേരിയസ് കൺസ്ട്രക്ട്സ് ഓഫ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ പ്രോഗ്രാംസ്. അതായത് പ്രോഗ്രാമിൻ്റെ ഗ്രാമർ ശരിയാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്കറിയാലോ. ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രമാറ്റിക്കലി ഒരു സെൻറ്റൻസ് കറക്റ്റ് ആവണം അല്ലേ?
അപ്പോൾ ഈസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഈസനെ ഉപയോഗിക്കണം, വാസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് വാസന ഉപയോഗിക്കണം. അപ്പോൾ അതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എന്തുണ്ട്? ഒരു ഗ്രാമർ ഉണ്ട്. ഈ ഗ്രാമറിൻ്റെ പേരാണ് സിൻടാക്സ്. ഗ്രാമറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിൻടാക്സ് എന്ന് പറയും. അപ്പോൾ ഈ സിൻടാക്സ് കറക്റ്റ് ആവാൻ അല്ലെങ്കിൽ ഗ്രാമർ കറക്റ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. അപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പങ്ക്ച്വേറ്റേഴ്സാണ് ഇതിൽ ഏറ്റവും നിങ്ങൾ കോമൺ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും നമുക്കിത് വേണം അല്ലേ? ഹാഷ് എവിടെ ഉപയോഗിക്കാം? ഏറ്റവും ആദ്യത്തെ ലൈനിൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അവിടെ ഈ ഹാഷ് എന്നുള്ള പങ്ക്ച്വേറ്റർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പ്രോഗ്രാം എറർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ ഗ്രാമർ കറക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഈ ഹാഷ് എന്ന് പറയുന്ന സിമ്പൽ അവിടെ യൂസ് ചെയ്യണം. അതുപോലെ ഈ സിമ്പലിൻ്റെ പേരാണ് ബ്രേസ്. ഓപ്പണിംഗ് കേളി ബ്രേസ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസ്. ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ഇൻഡ് മെയിൻ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യാറുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് റിട്ടേൺ 0 കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും കൂടി കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ബ്രേസസ് എന്ന് പറയും. അതായത് ഓപ്പണിംഗ് കേളി ബ്രേസ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസ്. ദീസ് ആർ ഓൾസോ എക്സാമ്പിൾസ് ഫോർ പങ്ക്ച്വേറ്റേഴ്സ്. ഇത് മാത്രമല്ല കോമണ്ട്, അതുപോലെ സെമികോളൻ, ഇതൊക്കെ പങ്ക്ച്വേറ്റേഴ്സിൽ വരുന്നതാണ്. കുറേ പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്. അത് ഓരോ ആവശ്യം വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ പങ്ക്ച്വേറ്റേഴ്സുമായി. അപ്പോൾ ടോക്കൺസ് കഴിഞ്ഞു കേട്ടോ. ടോക്കൺസ് എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 1 കീവേഡ്, 2 ഐഡൻറ്റിഫയർ, 3 ലിറ്ററൽ, 4 ഡാറ്റ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ്, 5 പങ്ക്ച്വേറ്റേഴ്സ്. അങ്ങനെ 5 ടോക്കൺസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് എന്ത്? ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഗ്രാമിൽ എപ്പോഴും റിസൾട്ട് കിട്ടണമെങ്കിൽ ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യണ്ടേ? 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ആ പ്രോഗ്രാമിലേക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? 2 നമ്പർ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണ്ടേ? എന്നാലേ അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കുള്ളൂ. അപ്പോൾ ഏതൊരു പ്രോഗ്രാമും വർക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ പല രീതിയിലുള്ളതാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ റോൾ നമ്പർ ആണെങ്കിൽ അതൊരു നമ്പർ ആവും. ഇനി ഒരാളുടെ നെയിമാണ് നമുക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിലോ ആൽഫബറ്റ്സ് ഏരിയയിൽ അല്ലേ? അങ്ങനെ പല രീതിയിലുള്ള ഡാറ്റ വരുന്നത് കൊണ്ട് ഈ ഓരോ ഡാറ്റകളെ നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു മെത്തേഡ് വേണം. അപ്പോൾ ആ മെത്തേഡിനെയാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. സോ ഡാറ്റ ടൈപ്സ് ആർ ദ മീൻസ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ്. ഒരു പ്രോഗ്രാമിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റകളുടെ നേച്ചർ, ഡാറ്റകളുടെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഡാറ്റയുടെ കൂടെ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന മെത്തേഡ്സിനാണ് എന്ത് വിളിക്കുക? ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്സ് 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്താണ്? ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയും. 2 ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയും. 3 യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയും. ഓക്കെ, ഫണ്ടമെൻ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആർ ദ ഡാറ്റ ടൈപ്സ് വിച്ച് ആർ already in the or already created in the software or the program. പ്രോഗ്രാമിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയാണ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുക. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളത് വെറുതെ യൂസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് C++ൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണത്? 1 ഇൻഡ് എന്ന് പറയും. ഇൻഡ് റെപ്രസെൻസ് ഏതാണ്? ഇൻഡിജർ. ഓക്കെ, ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട്, പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്, ദശാംശ സ്ഥാനം ഇല്ലാത്ത സംഖ്യകളെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 8, ദെൻ -10. ഇതിനൊക്കെ ഉണ്ടോ? ദശാംശം ഉണ്ടോ? ഇതിന് ഇല്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇൻഡിജറായിട്ട് പറയാം. ഇൻഡിജേഴ്സ് ആയിട്ട് ഡാറ്റ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഏത് ഡാറ്റ ടൈപ്പിലായിരിക്കണം? ഇൻഡിജർ ഡാറ്റ ടൈപ്പിലായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ഡാറ്റ ടൈപ്പിൻ്റെ പേരാണെന്ത്? ക്യാർ എന്ന് പറയും. ഓക്കെ, ക്യാർ മീൻസ് ക്യാരക്ടർ. ക്യാരക്ടർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാരക്ടർ കോൺസ്റ്റൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. എപ്പോഴും ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അത് എന്തിൽ വേണം? സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഞാൻ S എന്നുള്ള ആൽഫബറ്റ് എഴുതി. ഇത്
ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് വഴി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിംഗിൾ ക്യാരക്ടർ വരുന്ന കേസിലാണ് നമ്മൾ ഈ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്? ഫ്ലോട്ട് എന്ന് പറയും. ഓക്കെ, ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണ്? നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ ദശാംശ സ്ഥാനം വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഫ്ലോട്ട് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയാം. ആക്ച്വലി ഇതിൻ്റെ പേര് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അത് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഫ്ലോട്ട് എന്ന് എഴുതും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് 7.5 അല്ലേ? ഇവിടെ നോക്കി നോക്കി 7 എന്നുള്ള ഇൻറ്റിജർ കഴിഞ്ഞിട്ട് ഒരു ദശാംശം കൂടി ഉണ്ട്, 0.5 എന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ടൈപ്പ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ടൈപ്പിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാല്യൂ ആണിത്. ഇനി ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് പോലെ തന്നെ ഫ്രാക്ഷണൽ നമ്പേഴ്സിനുള്ളതാണ് ഡബിൾ. പക്ഷെ എന്താണ്? കൂടുതൽ ദശാംശ സ്ഥാനങ്ങൾ നമുക്കിതിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് ഡബിൾ. ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് ഒരു 7 ഡെസിമൽ പ്ലേസസ് വരെ അതിന് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതാ 7.543. ഇതിലെത്ര സ്ഥാനം വന്നു? 1 2 3 4 5 6 7 അല്ലേ? 7 വന്നില്ലേ? ഈ 7 ദശാംശ സ്ഥാനം വരെ ഏതിന് പറ്റുള്ളൂ? ഫ്ലോട്ടിന് പറ്റുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. ഇനി ഒരു 2 കൂടിയൊക്കെ ചിലപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ ഡാറ്റ ടൈപ്പ് മതിയാവാതെ വരും. ആ സമയത്താണ് ഇത് ഉപയോഗിക്കാം? ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വെച്ച് നമുക്ക് 15 ഡെസിമൽ പ്ലേസസ് വരെ പറ്റും. 15 ഡെസിമൽ പ്ലേസസ് വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വെച്ചിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ എഴുതാം. 7.5555 അങ്ങനെ കൊടുക്കാം. 15 ദശാംശ സ്ഥാനം വരെ നമുക്ക് കൊടുക്കാം മാക്സിമം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വോയിഡ്. വോയിഡ് എന്ന് വെച്ചാൽ എംപ്റ്റി സെറ്റ് ഓഫ് ഡാറ്റ, അതായത് ഒന്നുമില്ലാത്തൊരിത്, ബ്ലാങ്ക് ആയിട്ടുള്ള ഡാറ്റ, അതിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളതാണ് വോയിഡ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നിനും സൈസും പറയുന്നുണ്ട് കേട്ടോ. ഈ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിനുള്ള സൈസ് എത്രയാണ്? 4 ബൈറ്റ്സ്. ബൈറ്റ്സൊക്കെ അറിയാമല്ലോ അല്ലേ? കമ്പ്യൂട്ടർ മെമ്മറി റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ്, മെഷർമെൻറ്റ് യൂണിറ്റാണ് ബൈറ്റ്സ്. അപ്പോൾ നമ്മൾ റാമിൻ്റെ സൈസൊക്കെ പറയാറില്ലേ? 4 GB റാം എന്ന് പറയാറുണ്ടല്ലോ. അത് ശരിക്കും GB എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ യൂണിറ്റാണ്. അതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റാണ് ഇത് ബൈറ്റ്. അപ്പോൾ ഈ ഇൻറ്റിജറിന് ആവശ്യം എത്രയാണ്? ഇൻറ്റിജർ ഡാറ്റയ്ക്ക് ഇപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ബൈറ്റ്സ് വേണം? 4 ബൈറ്റ്സ് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ ക്യാരക്ടറിന് എത്ര ബൈറ്റ്സ് വേണം? ക്യാരക്ടർ ടൈപ്പ് ഓഫ് ഡാറ്റ നീഡ് ഓൺലി 1 ബൈറ്റ്. ഒരു ബൈറ്റ് മതി. ഇനി അതേപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എത്രയാണ്? 4 ബൈറ്റ്സ് ആണ് അതിന് ആവശ്യം. ഓക്കെ, അതുപോലെ തന്നെ ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് എത്ര വേണം? 8 ബൈറ്റ്സ്. ക്ലിയർ അല്ലേ? ഈ പറയുന്ന ഇതിനോ വോയിഡിന് എത്ര വേണ്ടത്? ഇതിനൊന്നും വേണ്ട, അതായത് 0 ബൈറ്റ്സ് മതി. അപ്പോൾ ഓരോന്നിൻ്റെ മെമ്മറി സൈസും കൂടി ഓർമ്മിക്കണം. ഇൻറ്റിജറും ഫ്ലോട്ടും 4 ബൈറ്റ്സ് ആണ്, ക്യാരക്ടർ 1 ബൈറ്റ് ആണ്, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് 8 ബൈറ്റ്സ് ആണ്, വോയിഡ് 0 ബൈറ്റ്സ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ഇതിപ്പോൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഡിറൈവ്ഡും ഉണ്ട്, അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡും ഉണ്ട്. അതിൽ ഡിറൈവ്ഡും യൂസർ ഡിഫൈൻഡും നമ്മൾ ഈ ചാപ്റ്ററിലല്ല പഠിക്കുന്നത്, നമ്മൾ വേറെ ചാപ്റ്ററിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. യൂസർ ഡിഫൈൻഡ് നിങ്ങൾക്കില്ല, ഡിറൈവ്ഡ് മാത്രമേ പഠിക്കാനുള്ളൂ. ഡിറൈവ്ഡ് നമുക്ക് ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ ചാപ്റ്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ക്ലിയറായി എന്ന് കരുതുന്നു. തൽക്കാലം ഇതൊരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ നിർത്തുകയാണ്. ഇനി ബാക്കി ഈ ചാപ്റ്റർ തീർന്നിട്ടൊന്നുമില്ല, ഇതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, ഇപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ അയയ്ക്കുക. ഞാൻ അങ്ങനെ അയക്കാൻ മടിയുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് സെൻഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.